റെയിൻബോ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ 2024 LKG. First question, tick the correct option. A. Which of these is India Gate? ഇവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ഇന്ത്യ ഗേറ്റ് നോക്കിയിട്ട് അതിന് നേരെ ടിക്ക് ഇടാണ് വേണ്ടത്. ബി. വിച്ച് വൺ ഈസ് ലോട്ടസ്? ഇവിടെ 3 ഫ്ലവേഴ്സിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് ലോട്ടസ് എന്ന് നോക്കിയിട്ട് ആ ഒരു ലോട്ടസിന് നേരെ ടിക്ക് ഇടാണ് വേണ്ടത്. സി. എ വെരി ലോങ് വെഹിക്കിൾ. ഇവിടെ 3 വെഹിക്കിൾ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് ലോങ് വെഹിക്കിൾ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് ഡി. വിച്ച് ഈസ് ഗുഡ് ബിഹേവിയർ. ഇവിടെ 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് ഗുഡ് ബിഹേവിയർ, അതിന് നേരെ ടിക്ക് ഇടുക. ഇ. വിച്ച് ഓഫ് ദീസ് ടേസ്റ്റ് സോ? ഇതിൽ പുളിയുള്ള ഫ്രൂട്ട് ഏതാണെന്നാണ് ചോദ്യം. അതിന് നേരെ ടിക്ക് ഇടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഫ്. വിച്ച് ആനിമൽ ഗിവ്സ് അസ് മിൽക്ക്? മിൽക്ക് തരുന്ന ആനിമൽ ഏതാണെന്നാണ് ചോദ്യം. ആ ഒരു ആനിമലിൻ്റെ നേരെ ടിക്ക് ഇടുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ടിക്ക് ദ ഓഡ് വൺ ഇൻ ഈച്ച് റോ. ഇവിടെ എ ബി സി എന്നുള്ള 3 റോകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എയിൽ 4 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓഡ് വണ്ണായിട്ടുള്ള പിക്ചർ ഏതാണോ അതിന് നേരെ ടിക്ക് ഇടാണ് വേണ്ടത്. ഇവിടെ 4 ആനിമൽസിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അതിലേത് ആണ് ഓഡ് വൺ, അതിന് ടിക്ക് ഇടുക. അതുപോലെ തന്നെ ബി. ഇവിടെ 4 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ ടിക്ക് ഇടുക. ഏതാണ് ഓഡ് വണ്ണ് അതിന് നേരെ ടിക്ക് ഇടുക. അതുപോലെ തന്നെ സിയിൽ ഇതുപോലെ 4 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിലും ഓഡ് വൺ ഏതാണോ അതിന് നേരെ ടിക്ക് ഇടുകയാണ് വേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3. ഇവിടെ എ ബി സി ഡി ഇ എന്നുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസിനും 2 ഓപ്ഷൻ വീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണോ കറക്റ്റ് ആൻസർ അത് സെലക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ. ആനിമൽസ് ദാറ്റ് ഗാർഡ്സ് അവർ ഹൗസ്. ഇവിടെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡോഗ്, ക്യാറ്റ്. അപ്പോൾ അതിലേതാണോ ശരിയായിട്ടുള്ള ഉത്തരം അത് സെലക്ട് ചെയ്യാം. സെക്കൻഡ് ബി. ഗ്രീൻ ഇൻ കളർ. ഇവിടെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്യാരറ്റാണോ ലീഫാണോ ഗ്രീൻ കളറ് അതിന് ടിക്കിടുക. തേർഡ് സി. വി സീ വിത്ത് ദീസ് ഓർഗാൻസ്. അതിന് ഇവിടെ ഇയേഴ്സ്, ഐസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിലേതാണോ സി ചെയ്യാൻ പറ്റുന്നത് അതിന് നമ്മൾ സെലക്ട് ചെയ്യണം വേണ്ടത്. അതുപോലെ തന്നെ ഡി. ലീവ്സ് ഓൺലി ഇൻ വാട്ടർ. 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫിഷ്, ഫ്രോഗ്. ലീവ്സ് ഓൺലി ഇൻ വാട്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് നേരെ ഏതാണോ അത് ടിക്കിടുക. അടുത്ത ക്വസ്റ്റ്യൻ ഈറ്റ്സ് ഗ്രാസ്. പുല്ല് തിന്നുന്ന മൃഗം ഏതാണോ അത് നേരെയാണ് നമ്മൾ ടിക്കിടേണ്ടത്. 2 ഓപ്ഷൻ ഉണ്ട്. കൗ, ടൈഗർ. ഇതിലേതാണോ പുല്ല് തിന്നത് അതിന് നേരെ ടിക്കിടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4. സേ ദ മിസ്സിംഗ് ലെറ്റർ. ഇവിടെ താഴെ എ ബി സി എന്നുള്ള 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെറ്റർ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിച്ച് അവിടെ എഴുതാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പിക്ചറിൻ്റെയും നെയിം എഴുതാൻ കുട്ടികൾക്ക് അറിയണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5. വിച്ച് പിക്ചർ ബിഗിൻസ് വിത്ത് ദ സൗണ്ട്? എ ബി എന്നുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ എയിൽ എൽ ഓർ ല എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിൽ ഈ ഒരു സൗണ്ട് വെച്ച് തുടങ്ങുന്ന അല്ലെങ്കിൽ ഈ ഒരു ലെറ്റർ വെച്ച് തുടങ്ങുന്ന പിക്ചർ ഏതാണോ അതിന് നേരെയാണ് ടിക്കിടേണ്ടത്. അതേപോലെ തന്നെയാണ് അടുത്ത ബി. ബി ഓർ ബ് എന്നുള്ള ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അത് വെച്ച് തുടങ്ങുന്ന ഏതാണോ പിക്ചർ അതിന് നേരെയാണ് ടിക്കിടേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് ഓരോ പിക്ചർ കാണുമ്പോഴും ഏത് ലെറ്റർ വെച്ചിട്ടാണോ ഏത് സൗണ്ടും അവർക്കത് മനസ്സിലാവണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6. കൗണ്ട് ആൻഡ് സേ ദ നമ്പർ. ഇവിടെ ഒരു ബോക്സിൽ
കുറച്ച് സ്റ്റാറിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് കൗണ്ട് ചെയ്തിട്ട് എത്രയാണോ ആൻസർ ഇത് പറയുകയാണ് വേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് കൗണ്ട് ചെയ്യാനും കൗണ്ട് ചെയ്തിട്ട് എത്രയാണോ എന്നുള്ളത് ലെറ്റർ വരുന്നത് എന്നുള്ളത് പറയാനും കഴിയണം. അപ്പോൾ കൗണ്ട് ചെയ്യാൻ നന്നായിട്ട് പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7. സേ ദ മിസ്സിംഗ് നമ്പർ. ഇവിടെ എ ബി എന്നുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം എയിൽ 3 കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കോളം ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട്, പിന്നെ 5 കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കോളം ബ്ലാങ്ക് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ 2 ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നതിലെ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ ബിയും 9 എന്നുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 കോളംസ് അവിടെ ബ്ലാങ്ക് ആണ്, പിന്നെ നെക്സ്റ്റ് 12 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കോളം വരുന്ന നമ്പർ ഏതാണോ അതാണ് ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 8. ചിത്രം നോക്കി ശരിയായ പദം പറയുക. ഇവിടെ എ ബി എന്നുള്ള 2 ക്വസ്റ്റ്യനാണ് ഉള്ളത്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഈച്ച, ഉറുമ്പ്. അപ്പോൾ അതിൽ ഏതാണോ ഈ പിക്ചർ അതിന് ആ പിക്ചറിൻ്റെ നെയിം ഏതാണോ അപ്പോൾ അതിന് നേരെയാണ് ടിക്ക് ഇടേണ്ടത്. അതുപോലെ തന്നെ ബി, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഛായ, ഛത്രം എന്നുള്ള 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിലേതാണോ ശരിയായ ഉത്തരം അതിന് നേരെ ടിക്കിടാണ് വേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവി. ഇവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്, മീൻ, ആമ. അപ്പോൾ അതിലേതാണോ കറക്റ്റ് ആൻസർ അതിന് നേരെ ടിക്കിടാണ് വേണ്ടത്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യന് 10. വാട്ട് കം നെക്സ്റ്റ്. എ ബി എന്നുള്ള 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയിൽ 3 കോളം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് കോളത്തിൽ 3 ആപ്പിൾ, സെക്കൻഡ് കോളത്തിൽ 4 ആപ്പിൾ, തേർഡ് കോളത്തിൽ 5 ആപ്പിൾ. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്ത് വരും അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു 5 ആപ്പിളുള്ള ഒരു കോളമുണ്ട്, 6 ആപ്പിളുള്ള ഒരു കോളമുണ്ട്. അപ്പം ഇവിടെ വന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ 3 കോളം കഴിഞ്ഞിട്ട് 4ാമത്തെ കോളത്തിൽ എത്ര പിക്ചർ വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ നേരെ ടിക്ക് ഇടാണ് വേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ ബി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 5 റൗണ്ടുകളാണ് ഫസ്റ്റത്തെ പിക്ചറിൽ, നെക്സ്റ്റ് 4 റൗണ്ട്, പിന്നെ കൊടുത്തിട്ടുള്ളത് 3 റൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് എത്ര എണ്ണം വരും എന്നുള്ളതാണ് ചോദ്യം. ഏത് പിക്ചറായിരിക്കും? ഇവിടെ ഒരു 2 റൗണ്ടുള്ള ഒരു പിക്ചറും ഉണ്ട്, പിന്നെ ഒരു 4 റൗണ്ടുള്ള പിക്ചറും ഉണ്ട്. അപ്പോൾ ഇതിലേതായിരിക്കും ശരിയുടെ ഉത്തരം അതിന് നേരെ ടിക്കിടാണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ 12. വാട്ട് കം നെക്സ്റ്റ്. കളർ കറക്റ്റ്ലി. ഇവിടെ 4 പിക്ചറും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചറിൽ ഒരു ഓറഞ്ച് കളറും 2 ബ്ലൂ കളറും 3 റൗണ്ട് അവിടെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ രണ്ടാമത്തേതിലും ഒരു ഓറഞ്ച് കളറും 3 ബ്ലൂ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പിക്ചറിൽ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ നമ്മൾ കറക്റ്റായിട്ട് കളർ ചെയ്തിട്ട് തന്നെ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കളർ ദ പിക്ചർ. അപ്പോൾ അംബർലൈൻ്റെ പിക്ചറാണ് ഈ ഒരു എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ കളർ കൊടുത്ത് പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ആൻസർ കിട്ടാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.